ഹായ് ഫ്രണ്ട്സ്. അയ്യോ, ഇതിപ്പോ എന്തോ ഒരു സാധനം. ഇത് നമ്മളെ വീട്ടിലെല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ മരം നോക്കുന്നവരാണെങ്കിലേ ഇത് കാണാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. നമ്മുടെ മാവ്, പുളി, അതേപോലെ പ്ലാവിന്റെ ഒക്കെ മുകളിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു മെമ്പറാണിത്. നിങ്ങൾക്ക് അറിയോ ഇതിന്റെ പേരെന്താന്ന്? നമ്മൾ വാൻഡ എന്ന് വിളിക്കും. അഥവാ എന്താ വിളിക്കുക? മരവാഴ. നമ്മൾ വീട്ടിലെ ഓരോ കുട്ടികളെയും വാഴ എന്ന് വിളിക്കുന്ന പോലെ ഇവനെ വിളിക്കുന്ന പേരാണ് മരവാഴ. അപ്പോൾ ഇവന്റെ പ്രത്യേകത എന്താന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഇവന്റെ ഈ റൂട്ട്സ് കണ്ടോ നിങ്ങള്? ഇവനൊരു പ്രത്യേക തരം റൂട്ട്സ് ആണ്. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. ഈ ചെറിയ റൂട്ടും ഉണ്ട്, ഇതിനൊരു വലിയ ലാർജ് റൂട്ടും ഉണ്ട്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ചെറിയ റൂട്ട് ഇങ്ങനെ ക്ലിങ് ചെയ്ത് നിൽക്കും, നമ്മുടെ മേലിങ്ങനെ പിടിച്ചു നിൽക്കും. ഇപ്പൊ ഞാനൊരു മാവായിട്ട് നിങ്ങളെ സങ്കല്പിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഇവന്റെ ഈ ഒരു ചെറു റൂട്ട് അഥവാ ഈ ഒരു സ്മോൾ റൂട്ട് ഇവൻ ക്ലിങ് ചെയ്ത് നിൽക്കും, ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ് ഇവൻ ചെയ്യാം. അതേ സമയത്ത് ഇവന്റെ വലിയ റൂട്ട് ആ സമയം കൊണ്ട് വേറൊരു പണി ചെയ്യും. എന്താ ചെയ്യുക? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറിനെ ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അന്തരീക്ഷത്തിലുള്ള വെള്ളത്തേക്ക്, ജലാംശത്തേക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ആളാണ് നമ്മളെ ഈ ഒരു വലിയ റൂട്ട്. ചെറിയ റൂട്ട് പിടിച്ചു നിൽക്കുമ്പോൾ വലിയ റൂട്ട് ഇങ്ങോട്ട് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? നിങ്ങൾ പറയൂ. എപ്പിഫൈറ്റ്സ്. അപ്പോ വാൻഡ് ഒരു എപ്പിഫൈറ്റ് ആണ്. അപ്പൊ എന്തിനാണ് ഇവര് ഇപ്പോ ഞാൻ പറഞ്ഞു ഞാനൊരു മാവായിട്ട് സങ്കല്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവർ എന്തിനാ മാവിൽ അറ്റാച്ച് ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടത് മാവിൽ നിന്ന് ഓൺലി ഹാബിറ്റാറ്റ് മാത്രമാണ്, അതായത് ഒരു വാസസ്ഥലം മാത്രമാണ്. ഇവര് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. കാരണം ഇവർക്ക് ഇല ഉണ്ടല്ലോ, ഇവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള കാപ്പബിലിറ്റി ഒക്കെ ഇവർക്കുണ്ട്. അപ്പൊ ഇവർക്ക് ആകെ ഒരു പ്ലാന്റിനെ അതായത് ഒരു ഹോസ്റ്റിനെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓൺലി ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രമാണ് ഇവർക്ക് ഒരു പ്ലാന്റിന്റെ നീടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് വിളിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല റബ്ബർ മരത്തിന്റെ ഒക്കെ മുകളിൽ എന്തുണ്ട്? നമ്മുടെ ഓർക്കിഡ്സ് എപ്പിഫൈറ്റ്സ് ആയിട്ട് നിൽക്കുന്നത് കാണാം. നമുക്ക് കൂടുതലായിട്ടും അങ്ങനെ ഇനിയിപ്പോ കണ്ടില്ലേലും നിങ്ങൾ നിരീക്ഷിക്കണം. പല പ്ലാന്റും നിങ്ങളെ മുന്നിലൂടെ നിങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നോക്കണം. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ തൂങ്ങി നിൽക്കുന്നത് കാണാം. ജസ്റ്റ് ഒരു തൂങ്ങി നിൽക്കുന്ന രീതിയിൽ കാണാം നമുക്ക്. ഓക്കെ, ഇനി വേറൊരാളെ നമുക്ക് പഠിക്കാം. ഇതെന്താ സാധനം? ഇത് നമ്മുടെ ലൊറാന്തസ് ആണ്. ലൊറാന്തസ് എന്താ? ലൊറാന്തസ് ഒരു പാരസൈറ്റ് ആണ്. അപ്പൊ ലൊറാന്തസിന് നിങ്ങൾ നോക്കൂ, ഇലയൊക്കെ ഉണ്ട്. ഇല കണ്ട എന്താണ്? ഇവര് ഫുഡൊക്കെ ഉണ്ടാക്കും, സ്വയം ഫുഡൊക്കെ, അതിനുള്ള കാപ്പബിലിറ്റി ഒക്കെ ഇവർക്കുണ്ട്. പക്ഷെ ഇവർക്ക് എന്തിന് കഴിവില്ല? വേറെ പല കഴിവുകളും ഇവർക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് ലൊറാന്തസിന്റെ ഒരു ഫ്ലവർ ആണ്. ഇതാ ഫ്ലവർ, ഒരു നമ്മുടെ പിങ്കിഷ് കളർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ലൊറാന്തസിന് ഉള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മുടെ മാവിന്റെ മുകളിലും അതേപോലെ നമ്മുടെ പ്ലാവ്, പുളി അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെയും ട്രീസിന്റെ ഒക്കെ മുകളിലായിട്ട് ഇഷ്ടംപോലെ ലൊറാന്തസിനൊക്കെ കാണും. അപ്പൊ പാരസൈറ്റ് പറഞ്ഞ എന്താ? ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് വിളിക്കുക. അപ്പൊ ലൊറാന്തസ് ഒരു കംപ്ലീറ്റ് പാരസൈറ്റ് ആവോ? ഇല്ല. ലൊറാന്തസ് എന്താ ചെയ്യുന്നത്? സ്വയം ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഒരു പാരസൈറ്റ് അല്ല. അപ്പൊ ലൊറാന്തസ് ആ ഒരു ട്രീനെ ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ട്രീയിൽ നിന്ന് അതിന് വാട്ടർ വേണം, അതേപോലെ ലവണങ്ങൾ അഥവാ സോൾട്ട് ഒക്കെ ആവശ്യമാണ്. ആ സോൾട്ടും ലവണമൊക്കെ വലിച്ചെടുക്കുന്നതാണ് ലൊറാന്തസിന്റെ ജോലി. ലൊറാന്തസിന് നല്ല ഭയങ്കരമായിട്ടുള്ള കട്ടിയുള്ള റൂട്ട്സ് ആണല്ലോ. അത് പ്ലാന്റിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് പ്ലാന്റിന്റെ വെള്ളവും അതേപോലെ തന്നെ പ്ലാന്റിന്റെ സോൾട്ടൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ട ഫുഡ് നിർമ്മിക്കുന്ന ആളാണ് ലൊറാന്തസ്. അതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്താണ്? സെമി പാരസൈറ്റ്, അതായത് അർദ്ധപരാതങ്ങൾ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. സോ ലൊറാന്തസ് എന്താണ്? ഒരു അർദ്ധപരാതാണ്. ഇനി പറയുന്നത് ഒരു മൂടും ഇല്ലാത്ത ഒരാളേനെയാണ്. അതായത് അതിന്റെ മലയാളത്തില് മൂടില്ലാത്ത ആളി എന്നാണ് പറയാ, അഥവാ കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്താ നിങ്ങൾ കണ്ടിട്ടോ? നമ്മുടെ കുളത്തിന്റെ അവിടെയും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിൽ തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമാണ്. കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പോ നമ്മുടെ കുളത്തിലൊക്കെ ഉള്ള ഒരു പായലാന്ന് വിചാരിക്കും. മഞ്ഞ പോലെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുമാതിരി ഫുള്ളായിട്ട് യെല്ലോയിഷ് ആയിട്ട് കാണുന്ന സാധനമാണ് നമ്മുടെ കസ്ക്യൂട്ട. അതാണ് അതിന്റെ പേര്, കസ്ക്യൂട്ട എന്നാണ് പേര്. അഥവാ എന്താ വിളിക്കുക നമ്മള്? മൂടില്ലാത്ത ആളി. ഒരു മൂടുമില്ല. എന്താ അങ്ങനെ പറയുന്നത്? ഫുഡ് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റില്ല, ഇവർക്ക് അതിനൊന്നും ടൈം ഇല്ല, ഇവര് തീരെ ഫുഡ് ഉണ്ടാക്കാത്തവരാ. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ പാരസൈറ്റ് എന്ന് വിളിക്കാം. ഫുഡ് ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് കയറിയിട്ട് അവരുടെ മിനറൽസ്, അവരുടെ ന്യൂട്രിയൻസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർ. ചിലവരെ കാണില്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് തിന്നും കുടിച്ചും ജീവിക്കുന്നവരെ ഫുള്ളായിട്ട് അതേപോലെ കംപ്ലീറ്റ് ആ ഒരു പ്ലാന്റിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാന്റിൽ കയറിയിട്ട് അതിന്റെ കംപ്ലീറ്റ് ന്യൂട്രിയൻസും അടിച്ചു മാറ്റി കൊണ്ടുവരുന്നവരാണ് നമ്മുടെ ടോട്ടൽ പാരസൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മൂടില്ലാത്ത ആളി അഥവാ കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ പാരസൈറ്റ്. കംപ്ലീറ്റ് ആയിട്ടും ഇവര് എന്തെങ്കിലും നമ്മളിപ്പോ ആ ഒരു ന്യൂട്രിയൻസിനെ തന്നെ കംപ്ലീറ്റ് ഒരു പ്ലാന്റിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എടുത്തുകൊണ്ടായാൽ പിന്നെ പ്ലാന്റിന് എന്താ കാര്യം ഉണ്ടാവുക? പ്ലാന്റിന് നല്ല ഒരു ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. ആ പ്ലാന്റ് പൊതുവെ ഒരു ശുഷ്കിച്ചിട്ട് നമ്മൾ ചില പ്ലാന്റ്സ് ഒക്കെ കാണില്ലേ, അതില് പ്ലാന്റ് ഉണ്ടാവും, വലിയ മരമായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൽ ഒരു ഫ്രൂട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്താ കാരണം? ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻസും അതേപോലെ വാട്ടറൊക്കെ അതിന്
പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? അപ്പൊ ഇവരാണ് ഈ ഒരു ടോട്ടൽ പാരസൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും കാച്ചപ്പ് ആയി എന്ന് തോന്നുന്നു.